കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. നമുക്ക് ലഭിക്കുന്ന ജനറൽ പർപ്പസ് ബില്ലിന്റെ ബില്ല് എങ്ങനെ സ്മാർട്ടിൽ പ്രോസസ് ചെയ്ത് ബിൻസ് വഴി ട്രഷറിയിലേക്ക് അയക്കാം, അതുപോലെ പ്ലാൻ ഫണ്ട്, മെയിൻ്റനൻസ് സ്റ്റാൻഡ് ഫണ്ടുകൾ എങ്ങനെ സ്മാർട്ടിൽ വെരിഫൈ ചെയ്യാം, ഇവയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ജനറൽ പർപ്പസ് ബില്ല് ട്രഷറിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതായത് ജനറൽ പർപ്പസ് ഫണ്ട് നമുക്ക് വരുന്ന ട്രഷറിയുടെ LGTSB അക്കൗണ്ടിലാണ് വരുന്നത്. ആ ട്രഷറി അക്കൗണ്ട് ക്രിയേഷൻ, ബാങ്ക് ക്രിയേഷൻ എന്ന മെനുവിൽ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പിക്കണം. അതായത് ജനറൽ പർപ്പസ് ഫണ്ട് ക്രെഡിറ്റ് ആവുന്ന ട്രഷറിയുടെ LGTSB അക്കൗണ്ട് ക്രിയേറ്റഡ് ആണോ എന്ന് ഉറപ്പിക്കണം. എല്ലാവരും നമ്മൾ സ്മാർട്ട് തുടങ്ങിയ സമയത്ത് തന്നെ അക്കൗണ്ടുകൾ ആഡ് ചെയ്തപ്പോഴോ ഓൺ ഫണ്ട് ട്രഷറി അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ സ്ക്രീൻ കാണിക്കാം. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റെ പഞ്ചായത്തിൻ്റെ സ്ക്രീൻ കാണിക്കുക. ഇത് നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് ഒന്ന് ഉറപ്പിക്കണം. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ ട്രഷറി അക്കൗണ്ട് ആഡ് ചെയ്തപ്പോൾ 450-2201 ട്രഷറി അക്കൗണ്ട് ഈ കോഡ് തന്നെയല്ലേ സെലക്ട് ചെയ്തത് എന്നും ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നോക്കുക, അതിനകത്ത് ഞാൻ ട്രഷറിക്ക് LGTSBക്ക് വേണ്ടി ചെയ്ത് 450-2201 എന്ന് കണ്ട ട്രഷറി അക്കൗണ്ട് അതിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന മറ്റ് ഗ്രാൻറ്റുകൾ, അതായത് ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ്, ഹെൽത്ത് ഗ്രാൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചില പ്രത്യേക അക്കൗണ്ടുകളിലായിരിക്കും, ബാങ്ക് അക്കൗണ്ടുകളിലായിരിക്കും വരുന്നത്, അല്ലേ? നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ ബാങ്കുകളുടെ സബ് ലെഡ്ജറിന്റെ ഭാഗത്ത് ഈ വിവരമായിരിക്കും ചേർത്തത്. അതായത് ധനകാര്യ കമ്മീഷന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ സബ് ലെഡ്ജർ ഭാഗത്ത് ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് എന്നായിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഹെൽത്ത് ഗ്രാൻറ്റുകളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തപ്പോൾ സ്കീം 1 ആണെങ്കിൽ ഹെൽത്ത് ഗ്രാൻഡ് സ്കീം 1 എന്നും 2 ആണെങ്കിൽ 2 എന്നും ഒക്കെ നമ്മൾ സബ് ലെഡ്ജറിന്റെ ഭാഗത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാൻറ്റുകൾക്ക് വേണ്ടിയും ജനറൽ പർപ്പസ് ഫണ്ടിന് വേണ്ടിയും ഇതുവരെയും ബാങ്ക് അക്കൗണ്ടോ ട്രഷറി അക്കൗണ്ടോ സ്മാർട്ടിൽ ആഡ് ചെയ്യാത്തവർ ഇപ്പം തന്നെ അത് ചെയ്തിട്ട് വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ജനറൽ പർപ്പസ് ഫണ്ടിന്റെയും ധനകാര്യ കമ്മീഷൻ, അതുപോലെ ഹെൽത്ത് ഗ്രാൻഡ് പോലുള്ള ഗ്രാൻറ്റുകളുടെയും കാര്യങ്ങൾ. ഇനി നമുക്ക് വികസന ഫണ്ട്, മെയിൻ്റനൻസ് സ്റ്റാൻഡ് ഇവയുടെ കാര്യം നോക്കാം. വികസന ഫണ്ട്, മെയിൻ്റനൻസ് സ്റ്റാൻഡ് ഇവയൊക്കെ ജസ്റ്റ് അലോട്ട്മെന്റ് ആയി മാത്രമേ ഇപ്പം ലഭിക്കുന്നുള്ളൂ. ആക്ച്വലി ഇവ ഒരു അക്കൗണ്ടിലും ക്രെഡിറ്റ് ആവുന്നില്ല, ശരിയല്ലേ? എന്നാലും സ്മാർട്ടിൽ ഇവയുടെ വരവുകൾ കാണിക്കാനായിട്ട് ട്രഷറി അലോട്ട്മെന്റ് എന്ന ഹെഡ് നെയിമിൽ നമ്മൾ വിർച്വൽ അക്കൗണ്ടുകൾ ആഡ് ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പ്ലാൻ ഫണ്ടിന്റെയും മെയിൻ്റനൻസ് ഫണ്ടിന്റെയും വരവുകൾ കാണിക്കാൻ വേണ്ടി പ്ലാൻ ഫണ്ടുകൾ നമുക്ക് ജനറൽ ഉണ്ട്, SCP ഉണ്ട്, TSP ഉണ്ട്, മെയിൻ്റനൻസ് സ്റ്റാൻഡ്, റോഡ് ഉണ്ട്, നോൺ റോഡ് ഉണ്ട്. ഇവയുടെയൊക്കെ വരവുകൾ സ്മാർട്ടിൽ കാണിക്കാൻ വേണ്ടി 450-2202 ട്രഷറി അലോട്ട്മെന്റ് എന്ന ഹെഡ് നെയിമിൽ 5 അക്കൗണ്ടുകൾ, വിർച്വൽ അക്കൗണ്ടുകൾ നിങ്ങൾ സ്മാർട്ടിൽ ആഡ് ചെയ്തിരിക്കണം. അതെങ്ങനെ ചെയ്യുമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. അതിനായിട്ട് അക്കൗണ്ടന്റ് ലോഗിനിൽ ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ എടുത്തു. ഹെഡ് കോഡ് ആൻഡ് നെയിം 450-2202 ട്രഷറി അലോട്ട്മെന്റ് സെലക്ട് ചെയ്തു. അക്കൗണ്ട് ടൈപ്പ് പബ്ലിക് അക്കൗണ്ട് മറ്റോ കൊടുക്കുക, പ്രശ്നമല്ല. അക്കൗണ്ട് നമ്പർ നൽകേണ്ടതില്ല, കാര്യം ഒരു അക്കൗണ്ടിലേക്കും പൈസ വരുന്നില്ല, ജസ്റ്റ് ഒരു വിർച്വൽ അക്കൗണ്ട് മാത്രമാണ്, അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ട. സബ് ലെഡ്ജർ നെയിം നിങ്ങളിപ്പോൾ പ്ലാൻ ഫണ്ട് ജനറലിനാണ് ആദ്യത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലാൻ ഫണ്ട് ഡെവലപ്മെൻറ്റ് ഫണ്ട് ജനറൽ എന്ന് കൊടുക്കുക. അതിനുശേഷം അത് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് പ്ലാൻ ഫണ്ട് SCPക്ക് ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് SCP എന്ന് കൊടുക്കുക. TSP ഉള്ളവരാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് TSP എന്ന് കൊടുക്കുക. അതേപോലെ മെയിൻ്റനൻസ് സ്റ്റാൻഡ്, റോഡും നോൺ റോഡും പ്രത്യേകം കൊടുക്കുക. ഇങ്ങനെ 5 അക്കൗണ്ടുകൾ, TSP ഇല്ലാത്തവർക്ക് 4 അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞു ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നമ്മൾ ജനറൽ പർപ്പസ് ഫണ്ട് വരുന്നതിന് വേണ്ടിയുള്ള ട്രഷറിയുടെ LGTSB അക്കൗണ്ട് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ച് സബ്മിറ്റഡ് സ്റ്റാറ്റസിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ധനകാര്യ കമ്മീഷനും ഹെൽത്ത് ഗ്രാൻറ്റും ഒക്കെ വരാനുള്ള പ്രത്യേക അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ ക്രിയേറ്റ് ചെയ്തു, അവയുടെ സബ് ലെഡ്ജർ ഭാഗത്ത് ആ പേര് തന്നെ കൊടുത്തു, ആഡ് ചെയ്ത് വെച്ചു എന്ന് ഉറപ്പിച്ചു. ഇന്നിപ്പോൾ പുതുതായിട്ട് പ്ലാൻ ഫണ്ടുകളുടെയും മെയിൻ്റനൻസ് ഫണ്ടുകളുടെയും വരവുകൾ കാണിക്കാൻ വേണ്ടി അതിൻ്റെ വിർച്വൽ അക്കൗണ്ടുകൾ, ട്രഷറി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ വിർച്വൽ അക്കൗണ്ടുകൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഈ ഫണ്ടുകളുടെ വരവുകൾ രസീത് ചെയ്യാൻ വേണ്ടി ഈ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ട്രഷറി അക്കൗണ്ടുകളും ഫണ്ടുകളും തമ്മിൽ ഒന്ന് മാപ്പ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, FMAS 55 ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിംഗ് എന്ന സർവീസ് അക്കൗണ്ടന്റിനെ ഓപ്പറേറ്ററായും സെക്രട്ടറിയെ അപ്രൂവറായിട്ടും നിർബന്ധമായിട്ടും മാപ്പ് ചെയ്തിരിക്കണം. ഇത് മാപ്പ് ചെയ്തിട്ട് മാത്രമേ മറ്റു കാര്യങ്ങൾ ചെയ്യാവൂ. മാപ്പ് ചെയ്തു എന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾ അക്കൗണ്ടന്റ് ലോഗിനിൽ ഫിനാൻസിൽ നിന്ന്
ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിംഗ് എന്ന കാർഡ് സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻസ് കിട്ടും. ഒന്നാമത്തെ ഫണ്ട് അക്കൗണ്ട് മാപ്പിംഗ് ആണ്, അടുത്തത് ഇപേ ബാങ്ക് മാപ്പിംഗ്, അടുത്തത് കെഫ്റ്റ് ബാങ്ക് മാപ്പിംഗ്, അടുത്തത് ഇപോസ് അക്കൗണ്ട് മാപ്പിംഗ്. നമ്മൾ ആദ്യത്തെ ഫണ്ട് അക്കൗണ്ട് മാപ്പിങ്ങിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ ഈ വീഡിയോ പറയുന്നുള്ളൂ. മറ്റ് 3 കാര്യങ്ങൾ മറ്റൊരു വീഡിയോ നമുക്ക് നോക്കാം. ഫണ്ട് അക്കൗണ്ട് മാപ്പിംഗ് എന്ന ഓപ്ഷൻ നോക്കാം. ഒന്നുകൂടി പറയുകയാണ്, ഫണ്ട് അക്കൗണ്ട് മാപ്പിംഗ് ഉപയോഗിക്കുന്നത് നമ്മുടെ ജനറൽ പർപ്പസ് ഫണ്ടും അതുപോലെ ധനകാര്യ കമ്മീഷൻ ഫണ്ടും പ്ലാൻ ഫണ്ടുകളും ഒക്കെ ഏത് അക്കൗണ്ടിലേക്കാണ് വരുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആദ്യം ജനറൽ പർപ്പസ് ഫണ്ട് വരുന്ന അക്കൗണ്ടിനെ, അതായത് LGTSP അക്കൗണ്ടിനെ ആ ഫണ്ടുമായിട്ട് എങ്ങനെ മാപ്പ് ചെയ്യുമെന്ന് നോക്കാം. ഇതവിടെ ഫണ്ട് അക്കൗണ്ട് മാപ്പിംഗ് ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 കോംബോ സെലക്ഷൻ കാണും. അതിൽ ഫണ്ട് എന്നതിൽ നിന്നും ജനറൽ പർപ്പസ് ഫണ്ട് സെലക്ട് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ട്രഷറി അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ട്രഷറി അലോട്ട്മെന്റ് അല്ല, ട്രഷറി അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ബാങ്ക് എന്ന ഭാഗത്ത് ജനറൽ പർപ്പസ് ഗ്രാന്റ് വരുന്ന ട്രഷറി അക്കൗണ്ട്, അതായത് നമ്മുടെ LGTSB അക്കൗണ്ട് സെലക്ട് ചെയ്യണം. സെക്രട്ടറിയുടെ വിർച്വൽ DDO കോഡ് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ പർപ്പസ് ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഫണ്ടും ഒക്കെ മാപ്പ് ചെയ്യുമ്പോൾ സെക്രട്ടറിയുടെ വിർച്വൽ DDO കോഡ് കൊടുക്കണം. ഓക്കെ, സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇതേപോലെ ധനകാര്യ കമ്മീഷന്റെ ഫണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അക്കൗണ്ടുമായിട്ട് മാപ്പ് ചെയ്യണം. ഒന്നുകൂടി പറയാണ്, ധനകാര്യ കമ്മീഷൻ ഫണ്ട് അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇതൊക്കെ മാപ്പ് ചെയ്യുമ്പോൾ സെക്രട്ടറിയുടെ വിർച്വൽ DDO കോഡ് കൊടുത്തു വേണം ചെയ്യാൻ. ധനകാര്യ കമ്മീഷൻ ആഡ് ചെയ്യുമ്പോൾ ബേസിക് ഗ്രാന്റും ടൈഡും പ്രത്യേകം തന്നെ ആഡ് ചെയ്യണം. ധനകാര്യ കമ്മീഷൻ ഫണ്ടും അക്കൗണ്ട് നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യുന്നു ഒന്നുകൂടി കാണിച്ചു തരാം. ആഡ് ന്യൂ കൊടുത്തോ. ഫണ്ട് ഡെവലപ്മെന്റ് ഫണ്ട് CFC ടൈഡ് സെലക്ട് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് 450-2101 ബാങ്ക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് എന്ന കോളത്തിൽ ഏത് ബാങ്കിലാണോ ധനകാര്യ കമ്മീഷന്റെ തുക ലഭിക്കുന്നത് ആ ബാങ്ക് സെലക്ട് ചെയ്ത് വിർച്വൽ DDO കോഡ് നൽകി സേവ് ആൻഡ് സബ്മിറ്റ് നൽകിയാൽ മതി. വീണ്ടും ആഡ് ന്യൂ കൊടുത്തോ. ഡെവലപ്മെന്റ് ഫണ്ട് CFC ബേസിക് സെലക്ട് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് 450-2101 ബാങ്ക് തന്നെ സെലക്ട് ചെയ്തു. ബാങ്ക് എന്ന കോളത്തിൽ ഏത് ബാങ്കിലാണോ ധനകാര്യ കമ്മീഷൻ തുക ലഭിക്കുന്നത് ആ ബാങ്ക് സെലക്ട് ചെയ്ത് വിർച്വൽ DDO കോഡ് നൽകി സേവ് ആൻഡ് സബ്മിറ്റ് നൽകി. ഇതേ രീതിയിൽ വികസന ഫണ്ടിനും മെയിൻ്റനൻസ് ആൻഡ് ഫണ്ടിനും, അതായത് പ്ലാൻ ഫണ്ടിലും മെയിൻ്റനൻസ് ഫണ്ടിനും നിങ്ങൾ എന്ത് ചെയ്യണം, അക്കൗണ്ടും ബാങ്കും തമ്മിൽ മാപ്പ് ചെയ്യണം. പ്ലാൻ ഫണ്ട് മെയിൻ്റനൻസ് സ്റ്റാൻഡും ആണ് ചെയ്യുന്നതെങ്കിൽ ഫണ്ട് കോളത്തിൽ വികസന ഫണ്ട് ജനറൽ, SEP, TSP, മെയിൻ്റനൻസ് സ്റ്റാൻഡ് റോഡ്, നോൺ റോഡ് ഇവ വെവ്വേറെ സെലക്ട് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് 450-2202 ട്രഷറി അലോട്ട്മെന്റ് എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് എന്ന ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ അക്കൗണ്ട് സെലക്ട് ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് പ്ലാൻ ഫണ്ടുകൾ എന്ത് ചെയ്യണം, സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രോസസ്സ് അത് ഫണ്ട് ബാങ്ക് അക്കൗണ്ട് മാപ്പിങ്ങിന് അപ്രൂവൽ കൂടിയുണ്ട്, വെരിഫിക്കേഷൻ അല്ല അപ്രൂവൽ കൂടിയുണ്ട്. അപ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്രൂവർ ലോഗിൻ ചെയ്തു. ഫണ്ട് അക്കൗണ്ട് മാപ്പിംഗ് എന്ന കാർഡ് സെലക്ട് ചെയ്തു. ഗ്രിഡിൽ വരുന്ന അപ്രൂവ് ചെയ്യേണ്ട ബാങ്കുകളും ഫണ്ടും സെലക്ട് ചെയ്ത് ഓരോന്നും അപ്രൂവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ബാങ്ക് ട്രഷറി അക്കൗണ്ടുകളും അതിലേക്ക് വരുന്ന ഫണ്ടുകളും തമ്മിലും നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അലോട്ട്മെന്റുകൾ ലഭിക്കുമല്ലോ, അതായത് ജനറൽ പർപ്പസ് ഗ്രാന്റ് അലോട്ട്മെന്റ് ലഭിക്കും, ധനകാര്യ കമ്മീഷൻ അലോട്ട്മെന്റ് ലഭിക്കും, ഹെൽത്ത് ഗ്രാന്റ് കിട്ടും. അതേപോലെ പ്ലാൻ ഫണ്ടിന്റെയും മെയിൻ്റനൻസ് സ്റ്റാൻഡിന്റെയും അലോട്ട്മെന്റുകൾ ലഭിക്കും. ഈ അലോട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാന്റ് റെസിപ്റ്റ് FMAS 54 എന്ന സർവീസിൽ അക്കൗണ്ടന്റിനെ ഓപ്പറേറ്റർ ആയിട്ടും HCA അല്ലെങ്കിൽ JSനെ വെരിഫയർ ആയിട്ടും സെക്രട്ടറിയെ അപ്രൂവർ ആയിട്ടും നിങ്ങൾ മാപ്പ് ചെയ്തിരിക്കണം. ഒന്നുകൂടി പറയാണ്, ഗ്രാന്റ് റെസിപ്റ്റ്സ് അതായത് FMAS 54 ഈ സർവീസിൽ ഓപ്പറേറ്റർ ആയിട്ട് അക്കൗണ്ടന്റിനെയും വെരിഫയർ ആയിട്ട് HC അല്ലെങ്കിൽ JSനെയും അപ്രൂവർ ആയിട്ട് സെക്രട്ടറിയെയും നിർബന്ധമായിട്ട് മാപ്പ് ചെയ്തിരിക്കണം. ഇപ്പൊ നമുക്ക് അലോട്ട്മെന്റുകൾ ലഭിച്ചു എന്നിരിക്കട്ടെ. ഇപ്പൊ തന്നെ നമുക്ക് ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഒരു ഗഡു, ഫസ്റ്റ് ഗഡു ലഭിച്ചു. അലോട്ട്മെന്റുകൾ ലഭിച്ചാൽ ഇത് എന്തൊക്കെയാണ് KSMART ചെയ്യേണ്ടത് നോക്കാം. ഇനി നമുക്കിപ്പോൾ ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വന്നു. ഇതെങ്ങനെ KSMARTൽ ബില്ലാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് അക്കൗണ്ടന്റ് ലോഗിനിൽ നിന്ന് ഗ്രാന്റ് റെസിപ്റ്റ് എന്ന കാർഡ് സെലക്ട് ചെയ്തു. ടൈപ്പ് ഓഫ് ഫണ്ട് ജനറൽ പർപ്പസ് ഫണ്ടും ഫിനാൻഷ്യൽ ഇയർ 25-26 സെലക്ട് ചെയ്തു. ന്യൂ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്താൽ ജനറൽ പർപ്പസ് ഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഗഡ് ലഭിച്ചിട്ടുണ്ട്. ജനറേറ്റ് ബില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ വെരിഫയർക്ക് ഇത് ലഭിക്കും. വെരിഫയർ ഇതേ രീതിയിൽ ഗ്രാന്റ് റെസിപ്റ്റ് എന്ന കാർഡ് സെലക്ട് ചെയ്തു. ടൈപ്പ് ഓഫ് ഫണ്ട് ജനറൽ പർപ്പസ് ഫണ്ടും ഫിനാൻഷ്യൽ ഇയർ 25-26 സെലക്ട് ചെയ്തു. ന്യൂ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറൽ പർപ്പസ് ഫണ്ട് വെരിഫൈ ചെയ്യാൻ കിട്ടും. വെരിഫൈ ചെയ്താൽ നേരെ അപ്രൂവർക്ക് കിട്ടും. അപ്രൂവർ ലോഗിൻ ചെയ്തു. ഇതേ രീതിയിൽ അപ്രൂവ് ചെയ്ത് നേരെ ഇനി ഈ ബില്ല് ലഭിക്കുന്നത് എവിടെയായിരിക്കും, ബിംസിലായിരിക്കും, ട്രഷറിയിലേക്ക് വിടാൻ വേണ്ടി. ബിംസിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ DDO ലോഗിൻ ചെയ്തു.
ബില്ല് DDO അഡ്മിനിലേക്ക് വിട്ടു അവിടെ നിന്ന് നേരെ ട്രഷറിയിലേക്ക്. അതുകൂടി എങ്ങനെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേസ്മാർട്ട് ചെയ്ത ജനറൽ പർപ്പസിന്റെ ബില്ല് ബിംസിൽ വന്നിട്ടുണ്ട്. ബിംസിൽ നമ്മൾ DDO ആയി ലോഗിൻ ചെയ്തു. അവിടെ താഴെ ബിൽസ് ഫ്രം ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ജനറൽ പർപ്പസിന്റെ ഈ ബില്ല് ലിസ്റ്റ് ചെയ്യും. അതിന് നിരക്കുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന ഭാഗത്ത് സെൻഡ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യാം. ഇനി വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് സെൻഡ് കൊടുക്കുക. ബില്ല് ഇപ്പോൾ അപ്രൂവലിനായിട്ട് അപ്രൂവറുടെ ലോഗിനിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇനി ബിംസിൽ DDO അഡ്മിൻ്റെ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്രൂവൽ എന്ന മെനുവിൽ നിന്ന് ബില്ല് അപ്രൂവൽ സെലക്ട് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന ഈ ഗ്രിഡിൽ PDF ക്ലിക്ക് ചെയ്താൽ ഡ്രാഫ്റ്റ് ബില്ല് നിങ്ങൾക്ക് കാണാം. ആക്ഷന് താഴെയുള്ള ഗോ ക്ലിക്ക് ചെയ്താൽ ഈ ഭാഗത്ത് റിമാർക്സ് കൊടുത്ത DSC ഇൻസർട്ട് ചെയ്ത് സൈൻ ആൻഡ് അപ്രൂവൽ കൊടുക്കാം. ഇനി ബില്ല് എന്ന മെനുവിൽ ബില്ല് സബ്മിറ്റ് സെലക്ട് ചെയ്ത് ബില്ല് ട്രഷറിയിലേക്ക് അയക്കാം. ഹാർഡ് കോപ്പി ആവശ്യപ്പെടുന്ന ട്രഷറികൾ ഉണ്ടെങ്കിൽ ബിൽ ബുക്കിൽ ചേർത്ത് ഹാർഡ് കോപ്പിയും കൂടി ട്രഷറിയിലേക്ക് കൊടുത്താൽ ബില്ല് അവിടെ പാസ്സായി നമ്മുടെ അക്കൗണ്ടിൽ LGTSP അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവും. ജനറൽ പർപ്പസ് ഫണ്ട് ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇനി പ്ലാൻ ഫണ്ട് ജനറൽ, SEP, TSP, അതുപോലെ മെയിൻ്റനൻസ് ആൻഡ് റോഡ്, നോൺ റോഡ് ഇതൊന്നും നമ്മൾ ട്രഷറിയിലേക്ക് സെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബില്ല് ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മതി. നേരത്തെ വെബ്സാങ്കി ഉണ്ടായിരുന്നു, വെരിഫൈ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? അത് കേസ്മാർട്ടിൽ എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഇവിടെ ഞാൻ അതിനായിട്ട് അക്കൗണ്ടന്റ് ലോഗിനിൽ നിന്ന് ഗ്രാൻഡ് റെസിപ്റ്റ് എന്ന കാർഡ് എടുത്തു. ടൈപ്പ് ഓഫ് ഫണ്ട് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ സെലക്ട് ചെയ്തു. വർഷം 25-26 സെലക്ട് ചെയ്ത് ന്യൂ അലോട്ട്മെന്റ് നൽകുമ്പോൾ താഴെ ജനറേറ്റ് ബട്ടൺ ലഭിക്കും. ആയത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബില്ലിന്റെ വിവരങ്ങൾ ലഭിക്കും. സേവ് ആൻഡ് അപ്രൂവൽ ചെയ്താൽ ഈ ബില്ല് ട്രഷറിയിൽ എത്തിക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതേ രീതിയിൽ പ്ലാൻ ഫണ്ടിന്റെ SEP, TSP, മെയിൻ്റനൻസ് ആൻഡ് റോഡും നോൺ റോഡും ഒക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോഴേക്കും പ്ലാൻ ഫണ്ടും അതിനകത്ത് സബ്മിറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ ജനറൽ പർപ്പസ് ഫണ്ടും പ്ലാൻ ഫണ്ടും എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നു, കേസ്മാർട്ടിൽ എങ്ങനെ സബ്മിറ്റ് ചെയ്യുമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.